മോഹൻലാൽ എന്താണ് ചെയ്യാൻ പോകണമെന്ന് മോഹൻലാലിനും അറിയത്തില്ല, ഡയറക്ടർ അറിയത്തില്ല. പുള്ളിക്ക് ഒരു അത്ഭുതങ്ങളിലൊന്നാണ് ഒരു 4 പേജ് ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ ജസ്റ്റ് ഒരു പ്രാവശ്യം വായിക്കും. ഞാനൊക്കെ ആണെങ്കിൽ അത്ര 5 പേജ് ഡയലോഗ് വന്നാൽ അഡ്വാൻസ് തിരിച്ചു കൊടുത്തിട്ട് വീട്ടിൽ. മോഹൻലാലിന് മാത്രമുള്ള ഒരു അത്ഭുത സ്ഥിതിയാണ് ഈ 5 പേജ് ഇങ്ങനെ വായിച്ചുകൊണ്ട് റെഡി എടുക്കാം, പ്രോംപ്റ്റ് ചെയ്യണം വേണ്ട. അപ്പം അത് ഒറ്റ ഷെയ്ഡിൽ ഓക്കെയാണ്. മലയാള സിനിമയിൽ മോഹൻലാൽ മണിയമ്പിള്ള രാജു കൂട്ടുകെട്ട് ഏറെ ശ്രദ്ധേയമാണ്. ഇരുവരും ഒന്നിച്ച് നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ഇരുവരും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച ചിത്രം തുടരും തിയേറ്ററിൽ നിറഞ്ഞോടുന്ന സന്ദർഭത്തിൽ മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം. 13 കൊല്ലമായി താനും മോഹൻലാലും സിനിമ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് തന്നെ മോഹൻലാൽ ചിത്രത്തിൽ വിളിക്കാത്തതെന്ന് അറിയില്ല. എപ്പോഴൊക്കെ താൻ മോഹൻലാലുമായി ഒന്നിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ സൂപ്പർ ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്നും തുടരും അതിന്റെ ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. മോഹൻലാൽ സിനിമകളിൽ തന്റെ സാന്നിധ്യത്തിന്റെ കുറവുണ്ടായിരുന്നുവെന്നും എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് അത് മനസ്സിലാക്കി തന്നെ വിളിക്കാത്തത് എന്ന് അറിയില്ലെന്നും തുടരും സിനിമയുടെ വിജയത്തിന് ശേഷം ലാൽ സിനിമകളിൽ തന്നെ സ്ഥിരം വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് എപ്പോൾ വിളിച്ചാലും ലാൽ സിനിമകളിൽ അഭിനയിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. താനും മോഹൻലാലും 58 സിനിമകളോളം അഭിനയിച്ചിട്ടുണ്ട്. അതിൽ 1-2 സിനിമകൾ ഒഴികെ ബാക്കിയെല്ലാം 100 ദിവസം ഓടിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും വർഷം പരസ്പരം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ എന്നും ഫോൺ വിളിച്ച് സംസാരിക്കുകയും തമാശകൾ പങ്കുവയ്ക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു അമാനുഷിക നടനാണ് മോഹൻലാൽ എന്നും 5 പേജുള്ള ഡയലോഗ് ഒറ്റയടിക്ക് പഠിച്ചു തീർക്കാനുള്ള മോഹൻലാലിന്റെ കഴിവും അദ്ദേഹം ഓർത്തെടുത്തു. മോഹൻലാലുമായുള്ള സൗഹൃദം സ്കൂൾ കാലഘട്ടത്തിലെ നാടകത്തിലൂടെ തുടങ്ങിയതാണെന്നും അദ്ദേഹത്തിന് നാടകത്തിൽ ആദ്യം മേക്കപ്പ് ഇട്ടുകൊടുത്തതും മണിയമ്പിള്ള രാജു ഓർത്തെടുത്തു. കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രമാണ് രാജു ചേട്ടന്റെ പുതിയ ചിത്രം. സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത് വെളിപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് ഡബ്ബിംഗ് ചെയ്തിട്ട് നമ്മൾ മോഹൻലാൽ എടുക്കാൻ പോണ ഈ സീൻ കണ്ടു, ഡബ് ചെയ്തു. ഓക്കെ, ഞാൻ പിന്നെ പിക്ചറില്ലാതെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. പിക്ചറൊക്കെ പുള്ളി കാണാതെ തിരിഞ്ഞിരുന്നിട്ട് ഫുൾ ഡയലോഗ് പറയും. അതൊരു എന്താ പറയുക സെൻസാണ്. ഒരു ഡയലോഗ് മെമ്മറി ചെയ്യുമ്പോൾ പൃഥ്വിരാജ് പഠിക്കും, ഡയലോഗ് പഠിക്കും, സിദ്ദിഖ്